യുഎഇയിൽ ചൂട് കൂടുന്നതോടെ ആശ്വാസമേകാൻ പുതിയ പദ്ധതിയുമായി എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ദ വാട്ടർ എയ്ഡ് ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ പുതിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘടന. പാവപ്പെട്ട കുടുംബങ്ങൾ, ബ്ലൂ കോളർ തൊഴിലാളികൾ, കനത്ത ചൂടിൽ പ്രയാസം അനുഭവിക്കുന്നവർ എന്നിവരെയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. കുടകൾ, തണുപ്പിച്ച വെള്ളം സൂക്ഷിക്കാനുള്ള കണ്ടെയ്നറുകൾ, ആരോഗ്യ കിറ്റുകൾ എന്നിവ ഉൾപ്പെടെ സംഘടന വിതരണം ചെയ്യും. അടുത്ത വർഷം അന്താരാഷ്ട്ര ജാസ് ഡേ ആഘോഷങ്ങൾക്ക് അബുദാബി വേദിയാകും. യുനെസ്കോയാണ് ആഘോഷത്തിന്റെ ആതിഥേയ നഗരമായി അബുദാബിയെ തെരഞ്ഞെടുത്തത്. ഏപ്രിൽ 30-നാണ് ആഘോഷ പരിപാടികൾ. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ജാസ് സംഗീതജ്ഞർ അബുദാബിയിലെത്തും. സംഗീത ലോകത്ത് അറബിക് ജാസിനെ പരിചയപ്പെടുത്തുന്ന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും. ലോകത്തെ ഏറ്റവും അധികം സന്ദർശകരെത്തുന്ന ഇടമെന്ന പദവി വീണ്ടും സ്വന്തമാക്കി ദുബായ് മാൾ. 2024 ആദ്യ പകുതിയിൽ മാത്രം 5.7 കോടി സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5.2 കോടിയായിരുന്നു. 2023-ൽ 10.5 കോടി സന്ദർശകർ എത്തിയതോടെയാണ് മാൾ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമായി മാറിയത്. ഗൾഫ് മേഖലയിലെ ലിവ ഈത്തപ്പഴമേളയ്ക്ക് അബുദാബി അൽ ദഹ്റ ഒരുങ്ങി. ഈത്തപ്പഴ മഹോത്സവത്തിന്റെ 28ാമത് എഡിഷനാണ് ജൂലൈ 15 മുതൽ 28 വരെ നടക്കുക. സ്വദേശി കർഷകരെയും കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം ഫെസ്റ്റ് നടത്തുന്നത്. ആദ്യ ഇ സ്പോർട്സ് ഗെയിംസ് ഒളിമ്പ്യാഡ് സൗദിയിൽ നടക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടേതാണ് പ്രഖ്യാപനം. സൗദി നാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടി നടക്കുക. ഒമാനിൽ വിദേശങ്ങളിൽ നടക്കുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കുള്ള ധനസമാഹരണം നിരോധിച്ചു. കച്ചവടം ലക്ഷ്യമാക്കി അവയവം മാറ്റിവെക്കാനുള്ള സംഭാവനകൾ ചാരിറ്റബിൾ ഗ്രൂപ്പുകൾ പരസ്യപ്പെടുത്തുന്നതായി ആരോഗ്യ മന്ത്രാലയം കണ്ടെത്തിയതിനെ തുടർന്നാണിത്. അതേസമയം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് അവയവം മാറ്റിവെക്കൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. വിദേശികൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ലോകത്തെ 2ാമത്തെ രാജ്യമായി സൗദി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ. ഡെൻമാർക്കാണ് 1ാം സ്ഥാനത്ത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോടിനുള്ളിൽ കാണാതായ കരാർ തൊഴിലാളി ജോയിയെ ഇനിയും കണ്ടെത്താനായില്ല. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് തോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയിയെ മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ കാണാതാകുന്നത്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്.